കാലാനുസൃതമായ മാറ്റം ഈ വാക്കിനെ താങ്കൾ വിശദമാക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും? ശരിക്കും എല്ലാ ബിസിനസ്സിലും നമ്മൾ ബിസിനസ് തുടങ്ങുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ സമയത്ത് നമ്മൾ ആശയം കൺസീവ് ചെയ്ത ഒരു രീതി ഉണ്ടായിരിക്കും. നമ്മൾ ആ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആശയം കൺസീവ് ചെയ്ത് ആ കാലഘട്ടത്തിൽ കൺസീവ് ചെയ്ത രീതി ഉണ്ടായിരിക്കും. അതിൽ നിന്നും ആ പ്രോഡക്റ്റിനോ അല്ലെങ്കിൽ ആ സേവനത്തിനോ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിന് ഓരോ ടൈമിലും ഒരു ചേഞ്ച് ആ പ്രോഡക്റ്റിനും ആ സർവീസിനും വരുന്നുണ്ട്. മാർക്കറ്റ് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന പ്രോഡക്റ്റ്സാണ് ഞങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഡിജിറ്റൽ പ്രോഡക്റ്റ് ഞങ്ങളിപ്പം സേവ് മൊബൈൽ ഫോൺ ആണെങ്കിൽ എവറി 6 months മോഡലുകൾ പുതിയത് വരികയാണ്. അപ്പം മാത്രമല്ല കാറ്റഗറികൾ മാറുന്നു. ഓരോ പ്രൊഡക്റ്റുകൾ പുതിയ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യപ്പെടുന്നു. ഇതെല്ലാം ആളുകൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ്സാണ്. നമ്മൾ ആ മാറ്റം ഉൾക്കൊണ്ട് ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ കാലഹരണപ്പെട്ടു പോകും എന്നുള്ള നമുക്ക് പല എക്സാമ്പിൾസും ഉണ്ടല്ലോ. ഇപ്പം ക്യാമറ രംഗത്ത് ഞങ്ങൾ ബിസിനസ് തുടങ്ങുമ്പം ക്യാമറയിൽ ഏറ്റവും കൂടുതൽ പയനിയേഴ്സ് ആയിരുന്ന ബ്രാൻഡ് കൊഡാക് ആയിരുന്നു. ഇന്ന് അവർ ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ടു. അനലോഗ് ക്യാമറ ഡിജിറ്റലായി കഴിഞ്ഞ സമയത്ത് അവർ ആ കാലാനുസൃതമായ മാറ്റം എടുക്കാൻ സാധിക്കാതെ പോയി. ഇന്ന് ആ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ടോട്ടലി വാഷ് ഔട്ട് ചെയ്തു. അപ്പം എന്ന് പറയുന്നത് പോലെ പല ബ്രാൻഡുകളുടെയും എക്സാമ്പിൾസ് നമുക്കുണ്ട്. അപ്പം നമ്മൾ ആസ് എ റീറ്റെയിലർ ഞങ്ങൾ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ ആഡ് ചെയ്യുന്നത്, കാറ്റഗറി ആഡ് ചെയ്യുന്നത്, പുതിയ ടെക്നോളജിക്ക് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത്, ഇത് ഒരു സൈഡിൽ പോകുമ്പോൾ ബിസിനസ്സിനകത്തെ പ്രോസസ്സിൽ വേണ്ട നവീകരണം. ഇപ്പം നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മുടെ സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സ് ഒന്നും സ്ട്രോങ് ആയിരിക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഏക അംഗമായിട്ടായിരിക്കും തുടങ്ങുന്നത്. പിന്നീട് നമ്മൾ ടീമിനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ടീമിൽ തന്നെ ഓരോ കാലഘട്ടത്തിൽ ടീമിൻ്റെ ആവശ്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു 15 വർഷം 20 വർഷം മുമ്പ് ഉള്ള ഒരു എംപ്ലോയി ആഗ്രഹിക്കുന്നതല്ല ഇന്നത്തെ ന്യൂ ജനറേഷൻ എംപ്ലോയീസ് ആഗ്രഹിക്കുന്നത്. അവരുടെ ജോബിനെ കുറിച്ചുള്ള സങ്കല്പം എൻ്റെ ഡിഫറെൻ്റ് ആണ്. ആ ജോബ് റോൾ എന്താണ്, ക്വാളിറ്റി ഓഫ് ജോബ്, ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. അവർക്ക് എത്രത്തോളം ഇതിനകത്ത് കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവർ എത്രത്തോളം റിവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ എന്നടക്കമുള്ള നമ്മുടെ ഇന്റേണലി ടീമിനകത്ത് വരുത്തേണ്ട കാലാനുസൃതമായ മാറ്റം, നമ്മുടെ പ്രോസസ്സിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, നമ്മൾ ഡീൽ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിലും സേവനങ്ങളിലും വരുത്തേണ്ട മാറ്റങ്ങൾ, ഇതെല്ലാം കാലാനുസൃതമായി മാറിയെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തുകൊണ്ടാണ് ഓക്സിജൻ എന്നുള്ള പേര് തിരഞ്ഞെടുത്തത്? ഞങ്ങൾ തുടങ്ങിയത് ഓസോൺ സിസ്റ്റംസ് എന്നുള്ള ഒരു പേരിലായിരുന്നു. ഞങ്ങൾ കമ്പ്യൂട്ടർ അസംബ്ലിംഗ് യൂണിറ്റ് ആദ്യം തുടങ്ങിയത്. ഓസോൺ O3 ആണ്. പിന്നെ ഇത് റീബ്രാൻഡ് ചെയ്ത് ഓക്സിജൻ ആയ സമയത്ത് O2 ആണ് ഓക്സിജൻ. അങ്ങനെ ആണ് ഓക്സിജൻ എന്നുള്ള പേരിലേക്ക് പെട്ടെന്ന് എത്തിയത്. അതുകൂടാതെ 2 കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഈ ഇൻഡസ്ട്രിയുമായി ഒരു ബന്ധമില്ലാത്തൊരു പേര് സ്വീകരിക്കണം നമുക്കുണ്ടായിരുന്നു. സാധാരണ എല്ലാവരും ആ സമയത്ത് ഒരു പർട്ടിക്കുലർ പേര് പ്ലസ് ടെക്നോളജീസ് അല്ലെങ്കിൽ ഇൻഫോസിസ് അല്ലെങ്കിൽ ഇൻഫോടെക് ഇങ്ങനെയൊക്കെയായിരുന്നു സമാനമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവരെല്ലാം ചെയ്തിരുന്നത്. അപ്പം ഇതുമായി ഒരു ബന്ധമില്ലാത്തൊരു പേരെടുക്കുകയും ഈ ഇൻഡസ്ട്രിയെ ആ പേരുമായിട്ടൊരു സിനോണിമസ് ആയിട്ട് മാറ്റുകയും ചെയ്യുക എന്നുള്ള ഒരു ചലഞ്ചാണല്ലോ മാർക്കറ്റിങ്ങിലൂടെ. ആ ചലഞ്ച് എടുക്കാനുള്ള താല്പര്യം കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ എടുത്തത്. 3, ഇന്ന് ആ പേരിനൊരു കൂടുതൽ അനർത്ഥമായി. കാരണം നമ്മുടെ ലൈഫിൽ ഡിജിറ്റൽ പ്രോഡക്റ്റുകൾ ഒരു ഓക്സിജൻ പോലെ അനിവാര്യമായി മാറി. അപ്പോൾ അങ്ങനെ ഒരു കാലത്തിന്റെ ഒരു പ്രത്യേകത ഇപ്പോൾ വന്നിട്ടുമുണ്ട്. പിന്നെ ഒരു പോസിറ്റീവ് നെയിം, ഇതെല്ലാം ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ആ പേര്. വിശ്വാസമാണ് വിജയത്തിലേക്കുള്ള ഞങ്ങളുടെ മാർഗദർശി എന്ന ഓക്സിജന്റെ ടാഗ് ലൈനിന്റെ ഉള്ളടക്കം വിശദമാക്കാമോ? നമ്മൾ ഇനിഷ്യലി തുടങ്ങിയ സമയം മുതൽ തന്നെ ഞങ്ങൾ ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റ് ഒരു കൺസ്യൂമർക്ക് വേണ്ടത്ര ഒരു അവയർനെസ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റാണ്. നമ്മൾ മറ്റേത് പ്രൊഡക്റ്റുകൾ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രൊഡക്റ്റ് എടുത്താലും അതിനേക്കാൾ കൂടുതൽ നമ്മൾ വാങ്ങുന്ന സ്ഥലത്തേക്ക് വീണ്ടും ഡിപ്പെൻഡൻസി ഉള്ള ഒരു ഏറ്റവും വലിയ പ്രൊഡക്റ്റ് ഇലക്ട്രോണിക്സ് ആണ്. കാരണം ഇതിന്റെ ടെക്നിക്കാലിറ്റീസ് ആളുകൾക്ക് അറിയില്ല. അപ്പം ഞങ്ങളിത് തുടങ്ങുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റുകൾക്കകത്ത് പല രീതിയിലുള്ള പ്രൊഡക്ട്സ് വരുന്നുണ്ടായിരുന്നു. ഇന്ന് ഉള്ളതുപോലെ അല്ല. 25 വർഷം മുമ്പ് അന്ന് ഗ്രേ മാർക്കറ്റ് ഒക്കെ വളരെ സജീവമായിരുന്നു. അതായത് ഇത് വിത്തൗട്ട് ബില്ലില് ടാക്സ് ഇല്ലാതെ പാരലൽ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ധാരാളം സ്പെയർ പാർട്സ് ഉണ്ടായിരുന്നു കമ്പ്യൂട്ടറിന് അന്ന്. ഞങ്ങൾ അന്ന് തന്നെ എടുത്തൊരു കോളാണ് അതിൽ ലാഭം കൂടുതലാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് ആ ടാക്സും എല്ലാം ലാഭം ഒത്തിരി കിട്ടും. പക്ഷെ ഞങ്ങൾ അന്ന് തന്നെ ലാഭം കുറവാണെങ്കിലും ഒറിജിനലായിട്ട് ഇപ്പം ഇന്റൽ എന്ന് പറഞ്ഞ പ്രോസസ്സർ ഇന്റൽ കമ്പനി എവിടെ നിന്നാണോ എടുക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓതറൈസ്ഡ് ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് മാത്രമേ ഞങ്ങൾ എടുക്കുള്ളായിരുന്നു. അത് ഓരോ പ്രൊഡക്റ്റുകളും അത് അന്ന് തുടങ്ങി ഇന്ന് വരെ ഞങ്ങളത് ചെയ്യാൻ കാരണം, ഒന്ന്, ഇതിൽ വാറണ്ടി പോലുള്ള വാറണ്ടി വളരെ ക്രിട്ടിക്കലാണ് ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റിനകത്ത്. അപ്പം ജെന്യുവൻ ആയിട്ടുള്ള സോഴ്സിൽ നിന്നും കമ്പനി പറഞ്ഞിരിക്കുന്ന സോഴ്സിൽ നിന്നും വാങ്ങുന്ന കസ്റ്റമർക്ക് വാറണ്ടിക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല. പിന്നെ ഡെഫിനറ്റ്ലി അതിൻ്റെ പെർഫോമൻസിലാണെങ്കിലും ആ ഒപ്റ്റിമം പെർഫോമൻസ് കിട്ടണമെങ്കിൽ എപ്പോഴും ആ ഒറിജിനൽ പ്രോഡക്ട്സുമായിട്ട് തന്നെ അത് അന്ന് ഓൾമോസ്റ്റ് 50% ഒക്കെ ഗ്രേ മാർക്കറ്റ് ഓടിയിരുന്നു ആ കാലഘട്ടത്തിൽ 99-ലൊക്കെ. പക്ഷെ ഞങ്ങൾ അന്നും 100% ലാഭം കുറവാണെങ്കിലും
ആ ജെന്യുവിൻ ആയിട്ടുള്ള പ്രോഡക്ട്സ്, ജെന്യുവിൻ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് മാത്രമേ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിരുന്നുള്ളൂ. ഇപ്പോഴും അത് തുടരുകയാണ്. ഇപ്പം മാർക്കറ്റ് ഓൾമോസ്റ്റ് അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നതിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം കസ്റ്റമർ അവയർനെസ് വളരെയധികം ഉണ്ട്. ഇത് മാത്രമല്ല, ഗ്രേ മാർക്കറ്റ്സ് ഒക്കെ മാർക്കറ്റിൽ നിന്ന് ഔട്ടായി. ഇ കൊമേഴ്സിന്റെ കാലഘട്ടത്തിലും കസ്റ്റമേഴ്സ് കടകളിൽ വന്നു ഷോപ്പിംഗ് ചെയ്യുന്നുവെന്നുള്ളത് വിപണിയിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ടോ? 100%. കാരണം ഞങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളോടൊപ്പം ട്രാവൽ ചെയ്യുന്ന ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പോഴും. അത് അതിൻ്റെ ഒരു വലിയ പ്രൂഫാണ്. ആ ലോയൽറ്റി നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലെ കസ്റ്റമേഴ്സ് ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോയൽ കസ്റ്റമേഴ്സാണ് കേരളത്തിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇ കൊമേഴ്സ് ഇത്രയും വളർന്നു നമ്മുടെ നാട്ടിൽ. നാഷണൽ ലെവലിലുള്ള വലിയ ചെയിൻസ്, വലിയ നമ്മൾ സോക്കോൾഡ് വമ്പൻ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്ന, അല്ലെ കുത്തക റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞ നാഷണൽ ലെവലിലുള്ള വലിയ റീറ്റെയിലേഴ്സ് കേരളത്തിൽ വന്നു. ഇന്ത്യയിലെ മറ്റ് നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ പാർട്ടിലും ഈ നാഷണൽ റീറ്റെയിലേഴ്സാണ് നമ്പർ 1, നമ്പർ 2 ആയിട്ട്. ബേസിക്കലി റിലയൻസും ടാറ്റയുമാണ്. അവരൊക്കെ തന്നെയാണ് നമ്പർ 1, 2 ആയിട്ട് എപ്പോഴും റീറ്റെയിൽ രംഗത്ത് പോകുന്നത് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ. പക്ഷെ കേരളത്തിൽ ടോട്ടൽ സെയിൽസിന്റെ 10% താഴെ മാത്രമേ ഇതുവരെ നാഷണൽ റീറ്റെയിലേഴ്സിന് അച്ചീവ് ചെയ്യാൻ പറ്റൂ. കാരണം ഇവിടെ തദ്ദേശീയമായിട്ടുള്ള ഡീലേഴ്സിനോട്, ഇവിടുത്തെ കൺസ്യൂമേഴ്സിനോട്, അത് ഓക്സിജനോട് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ തുടങ്ങി നമ്മുടെ നാട്ടിൽ റെഗുലറായിട്ട് ഇവിടെ തന്നെ ഫംഗ്ഷൻ ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് വന്ന ഡീലേഴ്സിനോട് ലോയൽ കസ്റ്റമർ ബേസ് അവർക്കെല്ലാം തന്നെ ഉണ്ട്. ഞങ്ങളും അത് വളരെയധികം കാണുന്ന ഒരു കാര്യമാണ്. അന്ന് മുതൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് പെട്ടെന്നൊരു ഓഫറിലോ അല്ല പെട്ടെന്നൊരു മറിമായം വന്നാൽ പെട്ടെന്ന് മറിയുന്നവരല്ല മലയാളികൾ എന്നുള്ളതേ. അപ്പം അത് ആ വിശ്വസ്തത ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ ലോയൽറ്റി നമുക്ക് കിട്ടുന്നത്. ഒരു ബിസിനസ് എന്ന ആശയം എപ്പോഴാണ് മനസ്സിലുദിക്കുന്നത്? അത് പ്രാവർത്തികമാക്കാൻ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് കൈക്കൊണ്ടത്? ഞാൻ ആക്ച്വലി ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പഠനത്തിന് ശേഷം ഒരു പ്രൈവറ്റ് ഫേമിൽ ഒരു കമ്പ്യൂട്ടർ അസംബ്ലിങ് നടത്തി സെല് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ഫേമിൽ ജോലി ചെയ്യുകയായിരുന്നു. പിന്നെ എൻ്റെ ഒരു സ്വകാര്യ പേഴ്സണലായിട്ട് എൻ്റെ മദറിൻ്റെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് ഞാൻ ആ ജോലി റിസൈൻ ചെയ്ത് വീട്ടിൽ വന്നു. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഞാനിങ്ങനെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ള നില, ഒരു ലാർജ് ബിസിനസ് എന്നുള്ള ലാർജ് സ്കെയിലുള്ളതല്ല, ജോലിക്ക് പകരം ഒരു വരുമാന മാർഗം എന്നുള്ള നിലയിൽ ഒരു ചെറിയ യൂണിറ്റ് എന്നുള്ള ലെവലിലാണ് ഇതിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സാധ്യതകളും, അന്ന് ഡിജിറ്റൽ വിപ്ലവം തുടങ്ങുന്ന സമയമാണ്, കമ്പ്യൂട്ടറൈസേഷൻ ഒക്കെ വന്ന സമയമാണ്, ഇതിൻ്റെ മുന്നോട്ടുള്ളൊരു പോസിബിലിറ്റി നമുക്കറിയാനിടയായപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ സ്കെയിലപ്പ് ചെയ്യണം തോന്നി. അപ്പം ബിസിനസ് ചെയ്യുന്ന രീതികളെക്കുറിച്ച്, എൻ്റെ വീട്ടിലാരും തന്നെ ബിസിനസ് ചെയ്യുന്നവരില്ല, അപ്പോൾ ആ രീതികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ്. പക്ഷേ ബിസിനസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളത് എൻജോയ് ചെയ്യുന്ന അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ബിസിനസ്സിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ്, പണ്ട് പുറത്തു നിന്ന് ബിസിനസ്സിനെ നോക്കുമ്പം ബിസിനസ് ഒരു തലവേദന പിടിച്ച ഒരു കാര്യമായിട്ട് കാണുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്രിയാത്മകത വളരെ വലുതാണ്. ഓരോ ദിവസവും നമ്മൾ പുതിയ വെല്ലുവിളികൾ നേരിടുന്നു, അതിന് സൊല്യൂഷൻസ് കൊടുക്കുന്നു, അതിലൊക്കെ നമുക്ക് ക്രിയേറ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൗന്ദര്യം. ഒരു സംരംഭകൻ എന്നുള്ള നിലയിൽ ബിസിനസിന്റെ വളർച്ചയ്ക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടോ? ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ധാരാളം സംരംഭങ്ങളോട് ഒരു വളരെ പോസിറ്റീവായ അപ്രോച്ച് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് കാണുന്നുണ്ട്. റീസെൻ്റ്ലി കഴിഞ്ഞ കുറച്ച് 10 വർഷമായിട്ടൊരു വലിയ മാറ്റം. കാരണം സ്വകാര്യ സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റേറ്റിനാണെങ്കിലും രാജ്യത്തിനാണെങ്കിലും ഇനി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ പൊളിറ്റീഷ്യൻസും നമ്മുടെ ഗവൺമെന്റ് അധികാരികളും തിരിച്ചറിഞ്ഞു. സ്വകാര്യ സംരംഭങ്ങളാണ് എല്ലാ രാജ്യങ്ങളെയും നിലനിർത്തുന്നത്. അതിലൂടെ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങളും റവന്യൂവുമാണ് രാജ്യത്തിന്റെ മുതൽക്കൂട്ടായിട്ട് മാറുന്നത്. അപ്പോൾ ആ റിയലൈസേഷൻ എല്ലാവർക്കും എത്തിയിട്ടുണ്ട്. ഇപ്പം ശരിക്കും പണ്ടുണ്ടായിരുന്ന ഹാസിൽസ് ഒക്കെ ഒത്തിരി മാറി. സ്വകാര്യ സംരംഭങ്ങൾക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഉള്ള തടസ്സങ്ങൾ കുറെ അധികം കുറഞ്ഞു. പൂർണ്ണമായിട്ടും മാറിയെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ കുറെ അധികം കുറഞ്ഞു. ദേശീയ ലെവലിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള പ്രോസസ്സിൽ ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയൊരു പ്രൊഡക്റ്റാണ് ആപ്പിൾ. അപ്പോൾ അവർ തന്നെ അവരുടെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് സെറ്റപ്പ് ഇപ്പോൾ ഇന്ത്യയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റുകളുടെയും ഏറ്റവും വലിയ മാനുഫാക്ചറിങ്, സെക്കൻഡ് ലാർജസ്റ്റ് മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ചൈന കഴിഞ്ഞാൽ ലോകത്തിന് ഇന്ത്യ മാറിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾ ഇന്ത്യയാണ്. ഇന്ത്യയിൽ മനുഷ്യർ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിലെ 98% ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതാണ്. പണ്ട് 98% നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. ഇന്ന് 98% നമ്മൾ ഉണ്ടാക്കുന്ന സ്മാർട്ട് ഫോൺ, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സ്മാർട്ട് ഫോണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ പ്രോഡക്റ്റിലും അത് വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ സാധ്യത മുന്നോട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മേക്ക് ഇൻ ഇന്ത്യ ഒക്കെ വളരെ പ്രോഗ്രസീവായിട്ട് പോകുന്നൊരു പ്രോഗ്രാമാണ്. ഇപ്പം ലോകത്തെ മറ്റ് ഡെവലപ്ഡ് കൺട്രീസ് എല്ലാം ഇന്ത്യയാണ് ഏറ്റവും വലിയ സാധ്യതയുള്ള ഒരു രാജ്യമെന്ന് നോക്കിക്കണ്ട് ഇവിടേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരികയാണ്. മേക്ക് ഇന്ത്യ പദ്ധതി വിജയകരമാണോ?
അത് സക്സസ്ഫുൾ ആയിട്ടാണ് ഇതുവരെ പോകുന്നത്. കാരണം അതുകൊണ്ടാണ് ഇത്രയും മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് എത്തുന്നത്. അതിന് ആദ്യം താല്പര്യമില്ലായിരുന്ന ബ്രാൻഡുകൾ പോലും ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ ടെസ്ല പോലും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു നമ്മൾ കേൾക്കുന്നു. അപ്പം ഇന്ത്യ ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാജുവലി അത് 2030 അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ AI അധിഷ്ഠിതമായി നിർമ്മിച്ചിരിക്കുന്ന ഗൃഹോപകരണങ്ങളുടെ പ്രവർത്തനം വിശദമാക്കാമോ? ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാസ്തവത്തിൽ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിലേക്കും എനേബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനേബിൾഡ് ആയിട്ടാണ് നമ്മുടെ ടെലിവിഷൻ വരുന്നത്, നമ്മുടെ വാഷിംഗ് മെഷീൻ വരുന്നത്. എല്ലാ മോഡലും അല്ല, പല മോഡലുകളും. എയർ കണ്ടീഷന് വരുന്നത്, റെഫ്രിജറേറ്റർ വരുന്നത്, അങ്ങനെ എന്ന് തുടങ്ങി നമ്മുടെ ഒരു ഓവൻ വരെയുള്ള കാര്യങ്ങൾ എനേബിൾഡ്. ചിമ്നി ഹോബിൽ വരെ എനേബിൾഡ് ആയിട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ടി വിയിൽ തന്നെ, ഇപ്പോൾ ടി വിയിൽ ഒരു ആക്ച്വൽ ഇമേജ് കാണുന്നതിനേക്കാൾ റെസൊല്യൂഷനിൽ നമുക്ക് ടി വിയിൽ കാണാൻ പറ്റും. ആ ഒബ്ജക്റ്റിനെ നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ റെസൊല്യൂഷൻ. അപ്പം അത് വെച്ച് എൻഹാൻസ് ചെയ്തിട്ടാണ് ആ റെസൊല്യൂഷൻ നമുക്ക് അത് മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രിഡ്ജിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെഫ്രിജറേറ്ററിനകത്തുള്ള പ്രോഡക്റ്റിൻ്റെ അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും, അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും മുൻകൂട്ടി. അതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസ് ആയിട്ട് അതിനുള്ള മെസ്സേജസ് നമുക്ക് ലഭിക്കും. അതിൽ റെഫ്രിജറേറ്ററിനകത്തുള്ള കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഇനിയും എത്രത്തോളം നമുക്ക് അവിടെ അകത്തേക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ വെക്കാൻ പറ്റും എന്ന് അഡ്വാൻസ് ആയിട്ട് നമ്മളെ അറിയിക്കാൻ പറ്റും. നേരത്തെ നമുക്ക് ഈ കാൽക്കുലേഷൻസ് ഒന്നും പുറമേ ഇല്ല, ഓരോ തവണയും ഫ്രിഡ്ജ് തുറന്നു നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നുകൊണ്ട് പിന്നെ അത് ഇന്റർനെറ്റ് എനേബിൾഡ് ആണ്. നമുക്കിപ്പോൾ വരുന്ന സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററിലൊക്കെ നമുക്ക് യൂട്യൂബ് പ്ലേ ചെയ്ത് അതിൽ തന്നെ ഒരു റെസിപ്പി കണ്ടുകൊണ്ട് കിച്ചണിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പം ഓവനിലൊക്കെ ആണെങ്കിൽ പോലും നമുക്കൊരു റെസിപ്പി നമ്മുടെ മൊബൈലിൽ ആപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് അത് നാച്ചുറലി ഓട്ടോമാറ്റിക്കലി കുക്ക് ചെയ്യുന്നതിലേക്ക് പല ബ്രാൻഡുകളും അതിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ എയർ കണ്ടീഷൻ ഇപ്പോൾ ഒരു സമ്മർ സീസണാണ്, AC-യുടെ ഒരു സീസണാണ്. AC-യിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. എയർ കണ്ടീഷനിൽ തന്നെ പല കളേഴ്സ് വന്നു. നേരത്തെ അത് നമ്മളൊരു വൈറ്റ് ബോക്സ് ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. ഇന്ന് വീടിന്റെ ഇന്റീരിയറിന് അനുസരിച്ചുള്ള കളറിലുള്ള എയർ കണ്ടീഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ ഇവിടെ ഇരിക്കുന്നു, ഈ സൈഡിലേക്ക് ആളുകൾ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് അത് സെൻസ് ചെയ്തിട്ട് അതിന്റെ എയർ ത്രോ മാനേജ് ചെയ്യുന്നതിലേക്ക് എനേബിൾഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 15 സെക്കൻഡ് കൊണ്ട് ഫുൾ കൂൾ ആകുന്ന രീതിയിലേക്ക് ഒരു സൂപ്പർസോണിക് കൂളിംഗ് ടെക്നോളജി ഈ വർഷം ഇറങ്ങുന്ന AC-കളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ധാരാളം ഫീച്ചേഴ്സ് അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മളൊരു 1-2 മണിക്കൂറുകൾ കൊണ്ടായിരുന്നു നമ്മളൊരു ആക്ച്വൽ കൂളിംഗിലേക്ക് എത്തുന്നത്. വാഷിംഗ് മെഷീനിൽ ധാരാളം, വാഷിംഗ് മെഷീനിൽ ശരിക്കും നമ്മുടെ ക്ലോത്തിന്റെ പാറ്റേൺ അനുസരിച്ച്, ഇപ്പം സിൽക്ക് ആണെങ്കിൽ അങ്ങനെ, കോട്ടൺ ആണെങ്കിൽ ആ പാറ്റേൺ അനുസരിച്ച് വാഷിംഗ് സൈക്കിളിനെ മെഷീൻ തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സിൽക്ക് ആണെങ്കിൽ പ്രത്യേക രീതിയിലായിരിക്കും, അതിന് യൂസ് ചെയ്യേണ്ട ഡിറ്റർജന്റ് എത്രത്തോളം വേണം, ഇതെല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഇന്നത്തെ അഡ്വാൻസ്ഡ് വാഷിംഗ് മെഷീൻ അങ്ങനെയാണ്. ഡിഷ് വാഷർ ആണെങ്കിലും എല്ലാം നമുക്കറിയാലോ. ഒത്തിരി ശരിക്കും ആളുകളുടെ ജോലിഭാരം വളരെയധികം കുറയ്ക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും വീട്ടമ്മമാരെ സംബന്ധിച്ച് ഇത്തരം പ്രൊഡക്റ്റുകളിലെല്ലാം നമ്മൾ കാണുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടെ ജനങ്ങൾ മടിയന്മാരാകുന്നുവെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? മടിയന്മാരാകത്തില്ല, കാരണം ആളുകൾക്ക് ഇന്ന് അവരുടെ എല്ലാവരും വർക്കിംഗ് ആണല്ലോ. എല്ലാവരെയും സംബന്ധിച്ചപ്പം വീട്ടിലെ ജോലികളെ സഹായിക്കുന്നതാണ് ഗൃഹോപകരണങ്ങൾ. അതിൽ നമ്മൾ ആ മെഷീനിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം നമുക്ക് നന്നായി കുറയ്ക്കാൻ പറ്റും. പിന്നെ ഔട്ട്പുട്ടിന്റെ ക്വാളിറ്റി കൂടി. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഡിഷ് വാഷർ നമ്മൾ നമ്മുടെ വീട്ടമ്മമാര് കയ്യിൽ ഈ അതിന്റെ സൊല്യൂഷൻസ് വെച്ച് സ്കിന്നിൽ പ്രശ്നങ്ങളുണ്ടായി വാഷ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അത് നമ്മൾ എങ്ങനെ വാഷ് ചെയ്താലും ഈക്വൽ ക്വാളിറ്റി വാഷ് ചെയ്യാൻ പറ്റില്ല. ഡിഷ് വാഷറിൽ നമ്മളിപ്പോൾ ഒരു 10 പ്ലേറ്റ്സ് നമ്മൾ ഡിഷ് വാഷറിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്ലേറ്റും ഈക്വലി ആയിരിക്കും അതിനകത്ത് ക്ലീൻ ചെയ്ത് കിട്ടുന്നത്. പിന്നെ അതിൽ രോഗാണുക്കളുടെ സാധ്യതകൾ അവർ മാറ്റുന്നുണ്ട്, അതിനൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ജോലിഭാരം കുറയ്ക്കുമ്പോൾ ആ സമയം കൂടെ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പ്രൊഡക്റ്റീവായിട്ട്, കാരണം അടുക്കളയിൽ കുരുങ്ങിയിരുന്ന ജീവിതങ്ങൾ പുറത്തു വന്ന് മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കപ്പെടാൻ അങ്ങനെ പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ AI സംബന്ധിച്ചുള്ള പൊതുവിലുള്ള ചോദ്യം, ആർട്ടിഫിഷ്യൽ, ഞാൻ ഗൃഹോപകരണങ്ങളിലെ AIയുടെ കാര്യമാണ് പറഞ്ഞത്. അതർവൈസ് ആ ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട് നമ്മുടെ നോർമൽ ജോബുകളിൽ. ഇപ്പം നമ്മുടെ ഒരു കണ്ടന്റ് ക്രിയേഷൻ, ഇപ്പം സോഷ്യൽ മീഡിയ ഏജൻസി നടത്തുന്ന ഒരു ഇതാണെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ AI യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇമേജ് ഉണ്ടാക്കുന്നു, ഒരു വീഡിയോ ഉണ്ടാക്കുന്നു, അതുവരെയുള്ളതാണ് ഇപ്പം AI വെച്ച് ചെയ്യുന്നത്. പക്ഷെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത AI ഇമ്മീഡിയറ്റ്ലി വരാൻ പോകുന്നതെന്ന് വെച്ചാൽ AI ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ടാസ്ക് പറയുന്നു, എനിക്ക് ഇത്ര പ്രോഡക്ട്സ് സെല് ചെയ്യണം എന്ന് AIയോട് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പരസ്യം സ്വന്തമായി ക്രിയേറ്റ് ചെയ്യുകയും ആ പരസ്യം ഏത് മീഡിയത്തിൽ വേണം പ്രചരിപ്പിക്കാൻ, അത് മെറ്റയിലാണോ അല്ലെങ്കിൽ യൂട്യൂബിലാണോ
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീഡിയത്തിലാണോ എന്ന് അത് പ്രീവിയസ്ലി ഇത്തരം സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ പരസ്യങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ കിട്ടിയ റിസൾട്ടിന് അനുസരിച്ചിട്ട് ആ ഹിസ്റ്റോറിക് ഡേറ്റ പഠിച്ചിട്ട് മെറ്റയിലായിരിക്കും ഇത് പോകുന്നത് നല്ലത്, അതിൽ ഏജ് കാറ്റഗറി ഏത് പോകണം, ജെൻഡർ ഏത് പോകണം എന്നൊക്കെ ഈ AI തന്നെ തീരുമാനിച്ച് അവർ തന്നെ പുഷ് ചെയ്യുന്നു. ഈ പുഷ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എമൗണ്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്നും അവർ തന്നെ എടുക്കുന്നു. അതിനുശേഷം അത് പുഷ് ചെയ്യുന്നു, അത് ജനങ്ങളിലെത്തുന്നു, അതിന്റെ റിസൾട്ട് ഒപ്റ്റിമൈസ്, ആ റിസൾട്ട് നമുക്ക് AI തന്നെ എന്താണ് സ്പെൻഡ് എന്തായിരുന്നു, അതിന്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് AI തന്നെ തരുന്നു എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ വ്യക്തപ്പെട്ടു. AI സജീവമാകുമ്പോൾ അതിന്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് താങ്കൾ കരുതുന്നത്? ശരിക്കും അങ്ങനെ ഒരു ദോഷമല്ല. AI സജീവമാകുമ്പോൾ AI അധിഷ്ഠിതമായിട്ടുള്ള ജോലികളും AI അധിഷ്ഠിതമായിട്ടുള്ള ജീവിതത്തിലേക്ക് നമ്മൾ മാറും. അതൊരു ട്രാൻസ്ഫോർമേഷൻ. ഇപ്പൊ കമ്പ്യൂട്ടർ നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് കമ്പ്യൂട്ടർ വിപ്ലവം നടന്നത്, 86-ല്. കമ്പ്യൂട്ടർ ഇന്ത്യയിൽ വന്നപ്പോൾ എത്രത്തോളം സമരങ്ങൾ ഇവിടെ നടന്നു. കമ്പ്യൂട്ടർ ആളുകളുടെ ജോലി കളയും എന്ന് പറഞ്ഞു. പക്ഷെ വാസ്തവത്തിൽ കമ്പ്യൂട്ടർ ഇന്ന് ഇന്ത്യ അന്ന് കമ്പ്യൂട്ടറൈസേഷന് പോയില്ലായിരുന്നു, നമ്മൾ ലോകരാജ്യങ്ങൾ എത്ര പുറകിൽ നിന്നേനെ. ഇന്ന് ഇന്ത്യയുടെ ഡിജിറ്റൽ പെൻട്രേഷൻ ലോകത്തിലെ ഏറ്റവും നല്ലതാണ്. ഒരു ദിവസം നടക്കുന്ന ഡിജിറ്റൽ പേയ്മെന്റുകൾ, അതായത് QR കോഡ് വഴിയും നമ്മൾ സാധാരണ ഗൂഗിൾ പേ അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്ന ഇന്ത്യയിലെ ടോട്ടൽ ഡിജിറ്റൽ പേയ്മെന്റിൽ 46% ഒരു ദിവസം നടക്കുന്ന ലോകത്തിൽ നടക്കുന്നതിന് 46% ഇന്ത്യയിലാണ്. അത്രത്തോളം ഡിജിറ്റൽ പെൻട്രേഷൻ നമുക്ക് എത്താൻ പറ്റി. കാരണം ഇന്നൊരു രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്നതന്നെ അവൻ എത്രത്തോളം ഡിജിറ്റലി സ്ട്രോങ് ആണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ AI ആരാണ് സ്ട്രോങ് അല്ലേ? അമേരിക്ക ചൈനയുമായിട്ട് നടക്കുന്ന മത്സരം അവിടെയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നു, പുതിയ വേ ഓഫ് ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ? അങ്ങനെ പോസിറ്റീവായിട്ട് കാണാവുന്നതാണ്, നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതാണ്. ടെലിവിഷൻ വിപണി അടക്കിവാഴുന്ന ധാരാളം ബ്രാൻഡുകൾ താങ്കൾ വിറ്റഴിക്കുമ്പോൾ ഓക്സ്വ്യൂ എന്ന സ്വന്തം ബ്രാൻഡ് ടെലിവിഷൻ പുറത്തിറക്കിയതിന്റെ പിന്നിലെ രഹസ്യം വെളിവാക്കാമോ? കാരണം ഞങ്ങൾ അതിൽ ചിന്തിച്ചത് ഏറ്റവും നല്ല ഫീച്ചേഴ്സിൽ സാധാരണക്കാർ, കാരണം ഈ സ്മാർട്ട് സ്മാർട്ട് ഫോണിലേക്ക് ആളുകൾ ഒരു മെജോറിറ്റി ഓഫ് ആളുകൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നോർമൽ TVയിൽ നിന്നും സ്മാർട്ട് TVയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഇപ്പോഴും ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ധാരാളം ആളുകൾ. കാരണം ഇന്ന് നമ്മൾ ട്രഡീഷണലി കണ്ടിരുന്ന ചാനലുകളും ഒക്കെ അപ്പുറം ഒരു TVയുടെ ഉപയോഗം എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കൺസംഷനാണ്. TV കണ്ടന്റുകളെ അങ്ങനെയാണ് ആളുകൾ കൺസ്യൂം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് പുതിയ ജനറേഷൻ. പലപ്പോഴും അവിടെ ബജറ്റ് ഒരു കൺസ്ട്രെയിൻ ആണ്. കാരണം നമ്മൾ സ്മാർട്ട് TV എന്ന് കേൾക്കുമ്പോൾ ഒരു വലിയൊരു എമൗണ്ട്, 50,000 രൂപ, 1 ലക്ഷം രൂപ വരും എന്നുള്ളൊരു ഒരു പെർസെപ്ഷനിലായിരുന്നു നമ്മൾ ഇരുന്നിരുന്നത്. അപ്പം ബജറ്റ് ഓറിയന്റഡ് ആയിട്ട് ഒരു സ്മാർട്ട് TV എങ്ങനെ ഫീച്ചേഴ്സോട് കൊടുക്കാം, ഇതാണ് നമ്മുടെ തോട്ട് പ്രോസസ്സ്. ഇതിലേക്ക് ചിന്തിക്കാനായിട്ട് അത് ഞങ്ങൾ കൊണ്ടുവന്നു. നല്ല വലിയ സ്വീകരണം. പല സമയം നമുക്ക് സ്റ്റോക്സിന്റെ അവൈലബിലിറ്റി ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അത് കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ് പെട്ടെന്ന് തന്നെ വിറ്റഴിഞ്ഞു പോകുന്നു. സംരംഭകൻ ആയില്ലെങ്കിൽ എന്തായിത്തീരുമായിരുന്നു? ഒരുപക്ഷെ എൻ്റെ ഒരു യങ്ങായിട്ടുള്ള ഒരു ഏജിൽ ഒരു സോഷ്യൽ വർക്കർ ആകാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് ആ പ്രായത്ത്. കാരണം ഒരു അല്ലാതെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്ന, ഞാനൊരു എന്താ പറയുക, കൂടുതലും സൊസൈറ്റിയിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന വരുമാനമായിരിക്കത്തില്ല അവിടുത്തെ നമ്മുടെ ചിന്ത, അതായിരിക്കാനാണ് ചാൻസ് കൂടുതൽ. എൻ്റെ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ളതല്ല, ഞാൻ എനി കൈൻഡ് ഓഫ് സോഷ്യൽ വർക്ക്, അതായിരിക്കും നമുക്ക് എന്നെ കൂടുതൽ എൻജോയ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും ഇതല്ലെങ്കിൽ. പക്ഷെ ഇതിൽ വന്ന് ഇത് നന്നായിട്ട് ആസ്വദിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയും ഇതിലൂടെ നമുക്ക് ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു. ഇൻഡയറക്ട്ലി നമ്മൾ കുറേ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു, അവരുമായിട്ട് അവരെ സഹായിക്കാൻ പറ്റുന്നു. അതെ, ആ രൂപത്തിൽ ഇത് തന്നെ നല്ലൊരു സോഷ്യൽ വർക്കായിട്ട് കാണുന്നു. 50 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ചെറിയ കടയിൽ നിന്ന് കേരളത്തിലെമ്പാടുമുള്ള 44 ഷോറൂമുകളുടെ ഒരു വലിയ ശൃംഖലയിലേക്കുള്ള വളർച്ച വിശദമാക്കാമോ? ഒന്ന്, നമ്മൾ ഒരിക്കലും ഒരു ജോലിക്ക് പകരം ഒരു ബിസിനസ്, അതായത് എനിക്കൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഒരു ബോസിനെ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ സ്വയം പര്യാപ്തമാകാനായിട്ട് ബിസിനസ്സിലേക്ക് വരരുത് എന്നുള്ളതാണ്. 2, ബിസിനസ്സിൽ ഷോർട്ട് കട്ട്സ് ഇല്ല. നമ്മൾ ഷോർട്ട് കട്ട്സ് ഉണ്ടെന്നാണ് പലരും കരുതുന്നത്. ഇന്ന് പലരും ഷോർട്ട് കട്ട്സിന്റെ പുറകെയാണ് പോകുന്നത്. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു, എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാം, എങ്ങനെ അതിൽ നിന്നും ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട്. നമുക്കത് അതല്ലാതെ ഒരു ലോങ് ടൈം വിഷനോട് കൂടി തന്നെ ബിസിനസ്സിൽ വരണം. ഒരു ഷോർട്ട് ടൈം വിഷനോട് വന്നിട്ട് കാര്യമില്ല. പിന്നെ 2, നമ്മൾ ഏത് ബിസിനസ് ആയാലും അതിൻ്റെ ഓരോ സ്റ്റേജിലും നമ്മൾ എടുക്കേണ്ട ചില കോളുകളുണ്ട് അല്ലേ? ആ കോളുകളിലൂടെ നമ്മൾ കടന്നു പോകാനായിട്ട് നല്ല ക്ഷമ വേണം. ചിലപ്പോൾ തുടക്കത്തിൽ കുറേ നാളുകൾ പ്രോഫിറ്റ് ഉണ്ടാകണമെന്നില്ല, ലോസ് ആയിരിക്കും. അപ്പോൾ തന്നെ ഫെഡപ്പായി നമ്മൾ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ആ ബിസിനസ് ഒരിക്കലും മുന്നോട്ട്, ആ ബിസിനസ് അവിടെ മരിച്ചു അല്ലേ, അതവിടെ തീർന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന സക്സസ്ഫുള്ളായ എല്ലാ ബിസിനസ്സിൻ്റെയും പുറകിൽ ആദ്യകാലത്തെ ഒരു ലോസിൻ്റെ കഥ പറയാനുണ്ടാവും, പരാജയത്തിൻ്റെ ഒരു കഥ ഉണ്ടാവും. ഞങ്ങൾക്കടക്കം കുറേ വർഷങ്ങൾ ഞങ്ങൾ ലോസിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് നിർത്തിപ്പോം ഇപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ഷമ വളരെ ക്രിട്ടിക്കലാണ്. നമുക്കൊരു പേഷ്യൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യാനുള്ള, പലപ്പോഴും
പുതുതായി വരുന്നവർക്ക് ഒരു ഫാസ്റ്റ് റിസൾട്ട് എന്ന പ്രതീക്ഷ വരരുത്. പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്ത് പിന്നെ സ്കെയിലപ്പ് ചെയ്യാനുള്ളൊരു മനസ്സ്. കാരണം ഈ സ്കെയിലപ്പ് ഇല്ലെങ്കിൽ പല ആളുകളും ഒരു ബിസിനസ് ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ ഓക്കെ അടിപൊളി, നമുക്ക് ആവശ്യമുള്ള വരുമാനമായി, മന്ത്ലി ഒരു ഇൻകം വന്നു, ആ ഇൻകം എപ്പോഴും നഷ്ടപ്പെടാം. എപ്പോഴും ഒരു സ്കെയിലപ്പ് മൈൻഡ് സെറ്റ്, നമ്മൾ പറയും മെയിൻ്റനൻസ് മൈൻഡ് സെറ്റും സ്കെയിലപ്പ് മൈൻഡ് സെറ്റും രണ്ട് ടൈപ്പ് ഓഫ് ബിസിനസ്സുകാരുണ്ടെന്ന് പറയും. മെയിൻ്റനൻസ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾക്ക് അതിൽ തൃപ്തരാണ് അവർ. പക്ഷെ അപ്പോഴായിരിക്കും വലിയൊരു കോമ്പറ്റീഷൻ സൈഡിൽ വന്ന് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ റവന്യൂ പോലും നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പൊ എപ്പോഴും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഒരിക്കലും അവസാനം വരെ കളയാതിരിക്കുക. എന്നും പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടാകും എന്നുള്ള ഒരു ചിന്ത. ഇതെല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ബേസിക്കലി നമ്മൾ തുടങ്ങുന്ന പ്രോഡക്റ്റിനോ അല്ലെങ്കിൽ ആ സർവീസിനോ മാർക്കറ്റിലൊരു ആവശ്യം ഉണ്ടായിരിക്കും. മാർക്കറ്റിൽ എന്തെങ്കിലും രീതിയിൽ ആവശ്യമില്ലാത്തൊരു പ്രൊഡക്റ്റ് തുടങ്ങിയാൽ പിന്നെ മാർക്കറ്റിംഗ് ആണ് നമ്മുടെ പ്രോഡക്റ്റിനെയും നമ്മുടെ സർവീസിനെയും ആളുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി നൂതനമായിട്ടുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സ് ഇല്ലെങ്കിൽ നല്ലൊരു ഉൽപ്പന്നം നമ്മുടെ കയ്യിൽ കാണും, പക്ഷെ ഒരിക്കലും ആളുകൾ അറിയില്ല, നമ്മുടെ കയ്യിൽ അതിരിക്കും. അങ്ങനെ എത്രയോ പ്രൊഡക്റ്റുകൾ വരുന്നില്ലേ, വളരെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ഇവിടെ സർവീസസ് ഒക്കെ അവതരിപ്പിച്ചിട്ടും ആ മാർക്കറ്റിംഗ് കണക്ടിവിറ്റി പ്രോപ്പറല്ല. അതിൻ്റെ ഒരു അഭാവം കൊണ്ട് അത് ആളുകൾ അറിയാതെ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അപ്പം മാർക്കറ്റിംഗ് വളരെ ക്രിട്ടിക്കലാണ്. ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു സംരംഭം താവോട്ട് പോവില്ല. ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ. ഓക്സിജൻ വിജയകരമായി 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഈ വേളയിൽ ആരോടെങ്കിലും കടപ്പാടുണ്ടോ? കടപ്പാട് ഏറ്റവും പ്രധാനപ്പെട്ട കടപ്പാട് ഡെഫിനറ്റ്ലി എല്ലാ സംരംഭങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ ദൈവത്തോട് ആണ് ഇപ്പം നമുക്ക് ഏറ്റവും വലിയ കടപ്പാട്. എൻ്റെ പേരൻസ് ഇപ്പം അവരാ തുടങ്ങുന്ന സമയത്ത് ഈ ബിസിനസ്സിന് അനുകൂലമായി നിന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ബിസിനസ് തുടങ്ങാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. എൻ്റെ ഫാദർ എൻ്റെ ഒരു പെൻഷൻ അങ്ങനെ ഒരു എമൗണ്ടിൽ നിന്നുമാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങാനുള്ള ആദ്യത്തെ ഇനിഷ്യൽ. അപ്പോൾ അവരത് തുടങ്ങാൻ എൻ്റെ ക്യാഷ് ഇല്ലല്ലോ. ആ മൂലധനത്തിന് നമ്മൾ അന്ന് ഹെൽപ്പ് ചെയ്തത് എൻ്റെ പേരൻസ് ആണ്. പിന്നീട് നമ്മുടെ കടപ്പാടുകൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ കസ്റ്റമേഴ്സ് ഒരു പ്രധാനപ്പെട്ട നമ്മളെ നിലനിർത്തുന്ന കസ്റ്റമേഴ്സാണ്. തുടക്കത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിച്ചത് കസ്റ്റമേഴ്സാണ്. പിന്നെ നമ്മുടെ ടീം, ഇത്രയും ആളുകളോടാണ് ബേസിക്കലി എൻ്റെ കടപ്പാട്.